വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം 3-ാം തിരുവചനം. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും. കൂടെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്ന പൊന്നു തമ്പുരാൻ സ്വർഗം വിട്ടിറങ്ങി നമ്മോടൊപ്പമായിരിക്കാൻ വേണ്ടി തിരുവോസ്തി രൂപനായി ഈ അൾത്താരയിലെ നമ്മോട് കൂടെ ആയിരിക്കാനായിട്ട് ആഗതനായിരിക്കുന്നു. നിറഞ്ഞ സന്തോഷത്തോടെ നമുക്കവിടുത്തെ ആരാധിക്കാം. നമ്മുടെ ഹൃദയത്തിൽ വാഴുവാനായിട്ട് ആഗ്രഹിക്കുന്ന കർത്താവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പാടി സ്തുതിച്ച് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 14-ാം തിരുവചനത്തിലെ നാം ഇപ്രകാരം വായിക്കുന്നു: അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു. അവരുടെ മേൽ അവൻ അനുകമ്പ തോന്നി. തൻ്റെ ആടുകളെ അറിയുന്ന നല്ലവനായ ദൈവം, തൻ്റെ ജനത്തിൻ്റെ ഹൃദയങ്ങൾ അറിയുന്ന, ഹൃദയത്തിൻ്റെ നോവുകൾ അറിയുന്ന നല്ല ഇടയൻ, ഞാൻ നല്ല ഇടയനാണെന്ന് പറഞ്ഞുകൊണ്ട് ആടുകളെ തേടി ഇറങ്ങി വന്ന ഈശോ തമ്പുരാൻ ഇന്ന് നമുക്ക് മുമ്പിൽ ആഗതനായിരിക്കുന്നു. അവൻ മുറിവേറ്റവയെ വെച്ച് കെട്ടുകയും ചിതറിപ്പോയവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്നവനാണ്. നമ്മുടെ മുറിവുകളെ, കുറവുകളെ, നമ്മുടെ ഹൃദയവിചാരങ്ങളെയെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട്
ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന പ്രാർത്ഥനയോടെ ആ നല്ല ഇടയനെ നമുക്ക് പാടി ആരാധിക്കാം. ആരാധനയുടെ സ്വർഗീയ നിമിഷത്തിലെ ആരാധനയ്ക്ക് ഏറ്റവും യോഗ്യനായ യേശു തമ്പുരാൻ ഇത് നമുക്ക് മുമ്പിൽ, നമ്മുടെ ഹൃദയങ്ങളെ അവിടുത്തെ മുമ്പിൽ തുറന്നു വയ്ക്കാം. ഹൃദയവിചാരങ്ങൾ അറിയുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് സമാധാനമായി സന്തോഷമായി കടന്നു വരാനായിട്ട് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് അവിടുത്തെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ആത്മാവിൽ അലിഞ്ഞ് ആരാധനയുടെ പൊൻചിറകേന്തി നമുക്കും പറന്നുയരാം. മാലാഖമാരോടും സകല സ്വർഗവാസികളോടും ചേർന്ന് ആരാധനയ്ക്ക് ഏറ്റവും യോഗ്യനായ ഈ പൊന്നു തമ്പുരാനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹൃദയം തുറന്നു കൊടുത്താൽ ഹൃദയത്തിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന പൊന്നു തമ്പുരാൻ, അനുദിനം വിശുദ്ധ കുർബാനയായി നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന പൊന്നു തമ്പുരാൻ, ഇത്ര ചെറുതാകാനായിട്ട് എത്രമാത്രം നീ ഞങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു പൊന്നു തമ്പുരാൻ. ഈ നിമിഷം വിശുദ്ധിയുടെ വലിയ സൗഭാഗ്യം, അനുഗ്രഹം ഞങ്ങൾ അനുഭവിച്ചറിയുന്നു പൊന്നു തമ്പുരാനെ. ഞങ്ങളുടെ തകർന്ന ജീവിതങ്ങളെ, ഞങ്ങളുടെ മുറിവുകളെ, പ്രയാസങ്ങളെ, ആകുലതകളെ എല്ലാം ഈശോനാഥ നിന്റെ ഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അരുളി ചെയ്ത നല്ല ഈശോനാഥ, ഞങ്ങളുടെ ഹൃദയത്തെയും ജീവിതത്തെയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നിന്റെ പരസ്യ ജീവിതകാലത്ത് അനേകായിരങ്ങളെ സൗഖ്യപ്പെടുത്തിയ നല്ലവനായ ഈശോനാഥ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ മുറിവുണക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തെ ബലപ്പെടുത്തുവാൻ, ശക്തിപ്പെടുത്തുവാൻ ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമെന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് പാടി നിന്നെ ആരാധിച്ച് സ്തുതിക്കുന്നു. ഒരു വാക്കു കൽപ്പിച്ച മതിയാകുമല്ലോ, നീ എൻ്റെ ഭവനത്തിൽ വരുവാനെനിക്കില്ല യോഗ്യതയും നാഥാ. ഒരു വാക്കു കൽപ്പിച്ച മതിയാകുമല്ലോ, ആപാദചൂടം ഞാൻ സുഖമാക്കുവാൻ. മനസ്സാകുമോ നാഥ സുഖമാക്കുവാൻ.
അനാഥരല്ല ബലഹീനരല്ല നീ കൂടെയുള്ളപ്പോൾ ഞങ്ങൾ അനാഥരല്ല ബലഹീനരല്ല നീ കൂടെയുള്ളപ്പോൾ ഞങ്ങൾ വിശ്വാസത്തിൻ ഫലമുളവാകാൻ കൃപ ചൊരിയണമേ നാഥാ വിശ്വാസത്തിൻ ഫലമുളവാകാൻ കൃപ ചൊരിയണമേ നാഥാ കൃപ ചൊരിയണമേ നാഥാ മനസ്സാകുമോ നാദം സുഖമാക്കുവാൻ ഒരു വാക്കു കൽപ്പിച്ച മതിയാകുമല്ലോ നീ എൻ്റെ ഭവനത്തിൽ വരുവാനിരിക്കില്ല യോഗ്യതയും നാഥാ ഒരു വാക്കു കൽപ്പിച്ച മതിയാകുമല്ലോ ആപാദ ചൂടന്ന സുഖമാക്കുവാൻ മനസ്സാകുമോ നാദം സുഖമാക്കുവാൻ ലൂക്കയുടെ സുവിശേഷത്തിന്റെ അവസാനത്തിലെ 24-ാം അധ്യായത്തിലെ യേശു അനുഭവം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ യേശു അനുഭവം ഉപേക്ഷിച്ചു പോകുന്ന 2 ശിഷ്യന്മാരെ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. എമാവുസിലേക്കുള്ള യാത്രയിലാണ് അവര് പരസ്പരം തർക്കിക്കുന്നു, വാദിക്കുന്നു. കാരണം യേശുവിൽ നിന്ന് അവർ അകലെയാണ്. യേശുവിനെ ഉപേക്ഷിച്ച് അവരെ യാത്രയാവുകയാണ്. അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. അവരുടെ മുഖം ദുഃഖപൂർണമായിരിക്കുന്നു. അവരുടെ ഹൃദയം കഠിനമായിരിക്കുന്നു. കണ്ണുകള് മൂടപ്പെട്ടിരിക്കുന്നു. എമാവസിലുള്ള യാത്രയുടെ മധ്യേ ഈശോ അവരോടൊപ്പം യാത്ര ചെയ്യുകയാണ്. അവരറിയാതെ തന്നെ അവരോടൊപ്പം യാത്ര ചെയ്യുന്ന ഈശോ തന്നെ വെളിപ്പെടുത്തുകയും വിശുദ്ധ ഗ്രന്ഥത്തിലെ തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നവ വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. വചനം പറയുന്നു, ഈശോ അവരോടൊപ്പം യാത്ര ചെയ്തപ്പോൾ, വചനം വ്യാഖ്യാനിച്ചപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു. പ്രിയമുള്ളവരെ, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ കഷ്ടാനുഭവങ്ങൾ, പ്രയാസങ്ങൾ, വേദനകളെല്ലാം യേശുവിലുള്ള വിശ്വാസം നഷ്ടപ്പെടാനായിട്ട് കാരണമായിട്ടുണ്ടാകാം. ഒരുപക്ഷെ നമ്മുടെ വിശ്വാസം ക്ഷയിച്ചു പോയിരിക്കാം. വേദനകളുടെ ആധിക്യം നമ്മുടെ കണ്ണുകളെ മൂടപ്പെട്ടേക്കാം. തമ്പുരാന്റെ മുമ്പിലേക്ക്, തമ്പുരാന്റെ മുഖത്തേക്ക്, തമ്പുരാന്റെ ഹൃദയത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചതിനെ അവർ നോക്കി നിൽക്കും എന്ന തിരുവചനം നമുക്ക് ഓർത്തെടുക്കാം. സകല മനുഷ്യർക്കും രക്ഷ പ്രദാനം ചെയ്യുവാൻ ഈ ഭൂമിയിലാഗതനായിരിക്കുന്ന ഈശോനാഥൻ ഇതാ ഈ അൾത്താരയിലെ, പരിശുദ്ധവും പാവനവുമായിട്ടുള്ള ഈ അൾത്താരയിലെ നമ്മോടൊപ്പമായിരിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുവാൻ, നമ്മളെ അകറ്റുന്ന
നമ്മുടെ വേദനകളെ, നമ്മുടെ പ്രശ്നപ്രയാസങ്ങൾ എടുത്തു കളയുവാനായിട്ട് ഈശോനാഥൻ ഈ അൾത്താരയിൽ ആഗതനായിരിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ദൈവത്തിൻ്റെ ഇടപെടല്, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ഇടപെടൽ, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാനായിട്ട് നമുക്ക് ആഗ്രഹമുണ്ടാകണം. അങ്ങനെയെങ്കിൽ നമ്മെ അലട്ടുന്ന എല്ലാ പ്രശ്നപ്രയാസങ്ങളെയും അതിജീവിക്കാനായിട്ട്, ഹൃദയം ജ്വലിക്കുന്നവരായി തീരാനായിട്ട്, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാകാനായിട്ട് നമുക്ക് സാധിക്കും. ശിഷ്യന്മാര് കർത്താവിനെ അനുഭവിച്ചറിഞ്ഞപ്പോൾ ലോകം മുഴുവനും പോയി അവന് സാക്ഷ്യം നൽകി. വേദനകളിലും പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളിലും തങ്ങൾ കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കിയ അനുഭവിച്ച ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കാനായിട്ട് അവർക്ക് സാധിച്ചത് കർത്താവിലുള്ള വിശ്വാസവും ആശ്രയബോധവുമാണ്. ഒരുപക്ഷെ നമ്മൾ രോഗികളായിരിക്കാം, വേദനകൾ നിറഞ്ഞ മനുഷ്യരായിരിക്കാം, ആകുലതകൾ ആശങ്കകൾ നിറഞ്ഞ മനുഷ്യരായിരിക്കാം. കർത്താവിലേക്ക് നമുക്ക് തിരിയാം, കർത്താവിലേക്ക് നമുക്ക് നോക്കാം. നമ്മുടെ മുട്ടുകൾ കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് മടക്കാം. കർത്താവിൻ്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് യാചനകൾ അർപ്പിക്കാം. നമ്മുടെ ഹൃദയത്തിലേക്ക് ഈശോനാഥനെ നമുക്ക് ക്ഷണിക്കാം. കർത്താവെ കടന്നു വരണമേ എന്ന പ്രാർത്ഥനയോടെ, വലിയ ആഗ്രഹത്തോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഹൃദയങ്ങളെ ഭരിക്കുന്ന, ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്ന നല്ല കർത്താവിനെ സ്വീകരിക്കാനായിട്ട് അവൻ്റെ അനുഗ്രഹം ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഏറ്റുപാടി അവിടുത്തെ ആരാധിക്കാം. എന്താണു തരിക നീ വരുമ്പോ, എന്തു തന്നാല മതി വരിക. എന്താണു തരിക നീ വരുമ്പോ, എന്തു തന്നാല മതി വരിക. മാമകനാവിതു പോരാ,
പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായ